പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പഠിച്ച 1-ാം ക്ലാസ്സിൽ മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച ഞങ്ങളുടെ കുറ്റൂരിലെ പാക്കടപ്പുറയ്ക്കടുത്തുള്ള പുക്കപ്പറമ്പ് എന്നാണ് ഞങ്ങൾ ഈ സ്ഥലത്തിന് പറയുന്നത്. ഇവിടെയുള്ള LP സ്കൂൾ, SU LP സ്കൂൾ, സിറാജുൽ ഉലൂം ലോവർ പ്രൈമറി സ്കൂൾ, ഈ സ്കൂളിലാണ്. ഇതിനൊന്നും ഇവിടെ നിന്നൊരു മാറ്റമില്ല. ഫ്രണ്ടിൽ അല്പം മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും തീർച്ചയായിട്ടും എനിക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുകയാണ്. ഈ കെട്ടിടത്തിൽ ഞാൻ 1-ാം ക്ലാസ്സിൽ, 2-ാം ക്ലാസ്സിൽ, അതുപോലെ 3, 4 ഈ 4 ക്ലാസ്സിൽ ഞാനിവിടെ പഠിച്ച ആളാണ്. അന്ന് ഇവിടെയായിരുന്നു. അന്ന് ഉച്ചഭക്ഷണം അന്ന് ചോറായിരുന്നില്ല. ഉച്ചക്ക് അന്ന് എല്ലാ സ്കൂളുകളിലും കൊടുത്തിരുന്നത് നല്ല സ്വാദിഷ്ടമായ സൂചി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാവായിരുന്നു. അതിനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അത് ഇവിടെ അന്ന് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖദീജ താത്ത എന്ന് പറയുന്ന ഒരു താത്തയായിരുന്നു. ഇവിടെ തന്നെയാണ് വീട്. അവരായിരുന്നു അന്ന് ഉപ്പുമാവ് പാകം ചെയ്തിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾ ഇതിലൂടെ ലൈനായിട്ട് വന്ന് ഉപ്പുമാവ് വാങ്ങി അതിലൂടെ പോകുകയായിരുന്നു പതിവായി ചെയ്തിരുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട എങ്ങനെ അതിനെ പിന്നെ നമ്മൾ പറയാൻ കഴിയുന്നില്ല. ഞാൻ ഇരുന്ന് പഠിച്ച അതേ 70 കൊല്ലം, അതായത് ഞാൻ 1970 ജനിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ 1-ാം ക്ലാസ്സിൽ ചേരുന്നത് പിന്നെ 5-ാമത്തെ വയസ്സിലായിരിക്കുമല്ലോ. അപ്പോൾ 1976 ഞാൻ ഇവിടെ 1-ാം ക്ലാസ്സിലുണ്ട്. അന്ന് LKG UKG അങ്ങനെയൊന്നുമില്ല. അന്ന് തന്നെ 1-ാം ക്ലാസ്സിൽ ചേരലാണ്. അന്ന് ഇത് 4-ാം ക്ലാസ് ആയിരുന്നു. എൻ്റെ 4-ാം ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ 4-ാം ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയൊന്നും ഒരു മാറ്റവുമില്ല കേട്ടോ, ഒരു മാറ്റവുമില്ല. ഉണ്ടോ? ഇത് ഉണ്ടോ? അവിടെ നിന്ന് അന്ന് ഓരോ പാഠഭാഗവും ഇന്നും എൻ്റെ ഓർമ്മയിൽ വരികയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആ മലയാള പദ്യം, അമ്മക്കു നൽകുവാൻ ചെമ്പുള്ള ചേലകൾ അന്തന്തം കയ്യിൽ നൽകിച്ചെന്നാൽ, വേറൊന്നുണ്ടല്ലോ, ഹാവൂ വീശപ്പില്ലേ കാച്ചിയ പാലീത തൂവള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും. മറ്റൊന്ന് ഞാൻ ഓർക്കുകയാണ്. അരണ്യം തന്നിൽ പിടിപ്പെട്ടിതു അഗ്നിദേവൻ കരഞ്ഞു തുടങ്ങിനാൾ ജരിതാദാനുമപ്പോൾ പറപ്പാൻ ചിറകില്ല നടപ്പാനില്ല കാലും ഇറച്ചി കണ്ടാൽ എലി പിടിച്ചു തിന്നുമല്ലോ. ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിൽ ഭേദം വെന്തു ചാകുന്നതത്ര ഗതി എന്തറിഞ്ഞാലും. എന്തൊരു രസമായിരുന്നു. അന്ന് എനിക്ക് ഈ ക്ലാസ്സിൽ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട സീതി മാഷ് മലയാളം പഠിപ്പിച്ചിരുന്നത് അന്ന് എൻ്റെ സീതി മാഷായിരുന്നു. പിന്നെ അറബിക്ക് പഠിപ്പിച്ചിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മാഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അല്ലോ, എനിക്ക് ഓർക്കുന്ന സമയത്ത് എന്തൊരു ടേസ്റ്റാണ് തോന്നുന്നത്. ആ അടിയൊക്കെ സീതി മാഷ് ഒരിക്കൽ അടിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇരുന്നിരുന്ന ബഷീർ, അക്കരെയാണ് അവൻ്റെ വീട്, അക്കരെ യാർനഗറിനടുത്ത്. ബഷീറിനെ സീതി മാഷ് അടിച്ച സമയത്ത് ബഷീർ, എനിക്കൊന്നും അതിന് ധൈര്യം ഉണ്ടായിരുന്നില്ല അന്ന്. ബഷീർ വടി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് എന്നെ അടിക്കാൻ പറ്റില്ല എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അതിൽ 4 അടി ഒന്ന് വേറെ കിട്ടി. അതായിരുന്നു അക്കാലം. അക്കാലത്ത് ആരോട് കംപ്ലൈൻറ്റ് പറയാൻ? പ്രിയപ്പെട്ടവരെ, അക്കാലത്ത് വീട്ടിൽ പോയി സാറടിച്ചു അല്ലെങ്കിൽ ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞാൽ
മാതാപിതാക്കളിൽ നിന്ന് നമുക്കാണ് തല്ല് കിട്ടുക, അല്ലാതെ അവർ മാതാപിതാക്കളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരില്ല. മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഇക്കാലത്തെ പോലെ ആയിരുന്നില്ല. ഇക്കാലത്തും എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, ന്യൂനപക്ഷം. ഇത് ഞങ്ങളുടെ ആ പഴയ സ്കൂൾ കെട്ടിടം. ഇവിടെ പിന്നെ സിമൻറ്റ് പ്ലാസ്റ്ററിങ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് കല്ല് മാത്രമായിരുന്നു, അപ്പുറത്ത് കണ്ടതുപോലെ കല്ല് മാത്രമായിരുന്നു. വേറെ മാറ്റമൊന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ കൂടുതലായി അഡീഷണലായിട്ട് ഇവിടെ ഇതൊക്കെ അഡീഷണലായിട്ട് വന്നതാണ്. കണ്ടോ, ഈ കെട്ടിടങ്ങളൊക്കെ അഡീഷണലായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ രണ്ട് ഈ അതും അപ്പുറത്തുള്ള 2 കെട്ടിടം പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കണ്ടോ, ഇതൊക്കെ പിന്നീട് വന്നതാണ് ഈ കെട്ടിടങ്ങളൊക്കെ. പിന്നെ ആ മൂത്രപ്പുര അതിൻ്റെ ഒരു ഭാഗം അന്നുള്ള അതുപോലെ തന്നെയാണ്. ഈ മൂത്രപ്പുരയുടെ ഒരു ഭാഗം ഇപ്പോഴുമുണ്ട്. പിന്നെ അഡീഷണലായിട്ട് പിന്നീട് ഉണ്ടാക്കിയതാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ ഇവിടെയൊക്കെ എത്ര ഓടിക്കളിച്ചിട്ടുണ്ട്. അന്ന് ഞാനും രാമചന്ദ്രനും ഇവിടെ കളിക്കുന്ന സമയത്ത് രാമചന്ദ്രൻ ഞാനും ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് വേറെയും കുട്ടികളുണ്ടായിരുന്നു. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഓർക്കുകയാണ്, ഒരു മരത്തിൻ്റെ പിന്നെ കൂർത്ത കൊമ്പിൽ എൻ്റെ തല മുട്ടി അവിടെ അല്പം മുറിവായി. എന്നിട്ട് ഞാനത് അത് കണ്ടാൽ എൻ്റെ ഉപ്പ ചീത്ത പറയുമെന്ന് വിചാരിച്ച്. എൻ്റെ പിതാവ് അത് കണ്ടാൽ ചീത്ത പറയുമല്ലോ, കളിച്ചാൻ പോയിട്ടല്ലേ. അന്നൊക്കെ അതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. നീ പിന്നെ കുരുത്തകൾ കളിച്ച് നീ മുറിവായി വന്നാൽ ഒരു അടി ഏറെ കിട്ടും. ഇന്നത്തെ മാതിരി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, മരത്തിൽ മുട്ടി മുറിവായതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു, എന്നെ രാമചന്ദ്രൻ എൻ്റെ കൂടെ പഠിച്ചിരുന്ന അന്നൊരു ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് വെള്ള വിഷമുണ്ട്. ഞാനന്ന് രാമചന്ദ്രൻ മുട്ടിയതാണെന്നൊക്കെ പറഞ്ഞു പിതാവിനോട്. ഞാൻ അപ്പോൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി, അല്ലാതെ ഞാൻ അന്ന് കളിച്ചത് കാരണത്താൽ വീണതാണെന്നൊക്കെ പറഞ്ഞാൽ നീ എന്തിനാ അങ്ങനെ കളിക്കാൻ പോയി? അന്നത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു പണ്ടത്തെ. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഈ ഭാഗം പണ്ട് കാലത്തെ അതേ കെട്ടിടമാണ്. പിന്നെ ഇവിടെ ബസ്സിൻ്റെ ഷെഡ്. ഇപ്പോൾ അന്നൊന്നും ബസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ് എന്നൊന്നും ആലോചിക്കാൻ പറ്റാത്ത കാലമാണ്. പിന്നെ നിങ്ങൾ കാണുന്നില്ല, ഇതിപ്പോൾ സ്കൂൾ ബസ്സാണ്. സ്കൂൾ ബസ്സായിട്ട് ഉപയോഗിക്കുന്ന വാനുകളാണ്. കണ്ടോ, ഇവിടെ ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ വരാന്തക്ക് അല്പം വീതി കൂട്ടിയിട്ടുണ്ട്. അന്ന് ചെറിയൊരു വരാന്തയായിരുന്നു. നിങ്ങൾക്കറിയുമോ, അന്ന് പോലും ഇലക്ഷൻ ഉണ്ടായിരുന്നു. അതാണ് രസം. അന്ന് 4ാം ക്ലാസ്സിൽ പോലും, അന്ന് LP സ്കൂളിൽ പോലും ഇലക്ഷൻ ഉണ്ടായിരുന്നു. അന്നതൊക്കെ ഒരു വലിയ ആഘോഷമായിരുന്നു. അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ, അതുപോലെ സ്പോർട്സ്, എന്ത് രസമായിരുന്നു അന്നൊക്കെ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പറയാം. യഥാർത്ഥത്തിൽ ഇത് 2ാം ക്ലാസ്, ഞാൻ പഠിച്ച 2ാം ക്ലാസ് ആയിരുന്നു. അന്നിവിടെ 2ാം ക്ലാസ് ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിനൊരു മാറ്റമില്ല കേട്ടോ. ഇത് 2ാം ക്ലാസ്സാണ് ഇപ്പോഴും. ഇപ്പോൾ ഏത് ക്ലാസ്സാണെന്ന് നോക്കണം. പിന്നെ അന്ന് ഞാൻ ഇരുന്ന് പഠിച്ച 2ാം ക്ലാസ് ഇതായിരുന്നു. അന്ന് എൻ്റെ പ്രിയപ്പെട്ട അന്നത്തെ ഹെഡ്മാഷായിരുന്ന കുഞ്ഞുട്ടി മാഷായിരുന്നു എനിക്ക് മലയാളം ഞങ്ങൾക്ക് മലയാളം പഠിപ്പിച്ചിരുന്നത്. പിന്നെ 4ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് അല്പം ഇംഗ്ലീഷും പഠിപ്പിച്ചിരുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കുഞ്ഞുട്ടി മാഷായിരുന്നു. അദ്ദേഹം ഹെഡ്മാഷുമായിരുന്നു അന്ന് ഇവിടെ ഒന്ന് ചെറിയ ഒരു വരാന്തയായിരുന്നു. ഇവിടെ ഒന്നും വരാന്തയെന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു അല്പം വീതി കുറഞ്ഞ ഒരു വരാന്തയായിരുന്നു. അവിടെ ആ ബെല്ല് അതേ സ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ ചുമരുകൾക്കൊന്നും ഒരു മാറ്റവും, ഈ ചുമരുകൾക്ക് ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ഉണ്ടോ, ഇവിടെ നോക്കൂ നിങ്ങൾ.
ഇതൊക്കെ കാണിച്ചു തരുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുകയാണ്. ആ ബെല്ല് പഴയ സ്ഥാനത്ത് തന്നെ ഇപ്പോഴുമുണ്ട്. ഈ ബെല്ല് ഉണ്ടോ? അന്നൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്നു ബെല്ലടിച്ചിരുന്നത്. ഒരു ബെല്ലടിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു ഞങ്ങൾക്ക്. അന്ന് ഹെഡ് മാസ്റ്റർ ഉള്ള ക്ലാസ്സിലെ കുട്ടിയോട് ബെല്ലടിക്കാൻ പറയും. അങ്ങനെ ബെല്ലടിക്കും. അന്ന് ഒരു ബെല്ലടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഒരു ബെല്ലടിക്കാൻ അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ. ഞാനിപ്പോൾ ഓർക്കുകയാണ്, റിസൾട്ട് അന്ന് ജയിച്ച കുട്ടികളുടെ റിസൾട്ട് അന്ന് പിന്നെ റിസൾട്ട് ഇവിടെ ഒട്ടിക്കലായിരുന്നു പതിവ്. അന്ന് ഇവിടെയായിരുന്നു റിസൾട്ട് ഒട്ടിച്ചിരുന്നത്. ഈ ഭിത്തിയിലായിരുന്നു റിസൾട്ട് ഒട്ടിച്ചിരുന്നത്. അന്നത് കാണാൻ വരുന്ന സമയത്ത് ജയിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. നമ്മളെ പേര് ആ ലിസ്റ്റിൽ, അന്ന് പേര് ലിസ്റ്റിലില്ലാത്ത തോറ്റ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ കുട്ടികൾ ഹാജർ വേണമല്ലോ, അന്ന് ഹാജർ ഇല്ലാത്തതിന് പേരിൽ തോൽക്കും. അന്ന് പിന്നെ പഠിച്ചാൽ മാത്രം പോരാ, ഹാജറും കൂടി വേണം. അന്ന് അത് കർശനമായിരുന്നു. ഇപ്പോഴും കർശനം തന്നെയാണ്. ഹാജർ നിർബന്ധമാണ്. ഹാജർ നിശ്ചിത ശതമാനത്തിൽ കുറഞ്ഞാൽ കുട്ടിക്ക് പിന്നെ പരീക്ഷ എഴുതാൻ പറ്റുകയില്ല. അതുകൊണ്ട് സാന്ദർഭികമായി ഇത് കേൾക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സ്കൂളിൽ എല്ലാ ദിവസവും ആബ്സെൻ്റ് ആകാതെ, നിസ്സാര കാര്യത്തിന് പോലും ആബ്സെൻ്റ് ആകാതെ നിങ്ങൾ സ്കൂളിൽ വരണം. കാരണം ഒരു നിശ്ചിത ശതമാനം ഹാജർ നില ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്കുണ്ടെങ്കിലും DO വന്ന് അതൊക്കെ DOൻ്റെ വിദ്യാഭ്യാസ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ DO അതൊക്കെ പരിശോധിക്കുന്നതാണ്. എല്ലാ രജിസ്റ്ററും DO പരിശോധിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഹാജർ കുറഞ്ഞാൽ ഞങ്ങൾക്ക് അധ്യാപകർക്ക് ജയിപ്പിക്കാൻ സാധിക്കുകയില്ല. കണ്ടോ, ഇതിപ്പോഴും 4ാം ക്ലാസ് തന്നെയാണ്. കണ്ടോ, ഇതിപ്പോഴും 4ാം ക്ലാസ്സാണ്. അന്നും ഇത് 4ാം ക്ലാസ്സായിരുന്നു. ഞാൻ പഠിച്ചതും ഈ 4ാം ക്ലാസ്സിലാണ്. അന്ന് ഇവിടെ ഈ വേലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഓപ്പണായിരുന്നു. ഇതിലെയായിരുന്നു ഞങ്ങൾ ഉപ്പുമാവ്, സ്വാദിഷ്ടമായ സൂചി ഗോതമ്പ് കൊണ്ട് വെച്ച ഉപ്പുമാവ് വാങ്ങാൻ പോയിരുന്നു. ഞങ്ങൾ ഇതിലൂടെ ആ ബാക്കിലേക്ക് പോകും. അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഗ്രഹാതുരത്വം, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറച്ചും കൂടി നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെ ചെറുപ്പകാലത്തിലെ ഓരോ അനുഭവങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അതായത് സീതി മാഷ് അവർ നന്നായി കുട്ടികളെ പഠിപ്പിക്കും. മലയാളം പഠിപ്പിക്കും, മാത്സും പഠിപ്പിക്കും. അന്ന് പിന്നെ എനിക്ക് എല്ലാ ദിവസവും അടി കിട്ടും. കാരണം ഞാൻ മലയാളത്തിൽ പദ്യം പഠിക്കാൻ എനിക്ക് മടിയാണ്. ഞാൻ പദ്യം പഠിച്ച് വരികയില്ല. സൗദ, അതുപോലെ പിന്നെ രാമചന്ദ്രൻ, 2 രാമചന്ദ്രൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതുപോലെ സുബ്രഹ്മണ്യൻ, വേലായുധൻ, അവരൊക്കെ പിന്നെ പെട്ടെന്ന് എല്ലാം പറഞ്ഞതുപോലെ പഠിക്കും. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇതിങ്ങനെ ഇരുന്ന് പഠിക്കാൻ. ഇരുന്ന് കാണാപ്പാഠം പഠിക്കണം. മലയാള പദ്യം ഒരുപാട് കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ സീതി മാഷ് ചൊല്ലിപ്പിക്കുമ്പോൾ തെറ്റിയാൽ, പഠിച്ചിട്ടില്ലെങ്കിൽ അന്ന് പഠിക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ ചന്തിക്ക്, പിന്നെ മാംസളമായ ഭാഗത്ത്, നമ്മുടെ ബാക്കിൽ മാംസളമായ ഭാഗത്ത് അവിടെ അടി കിട്ടുന്ന സമയത്ത് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അത് നമ്മൾ കയ്യിൽ അടി കിട്ടുന്നത് പോലെ അല്ല. അവിടെ ബാക്കിൽ സൈഡിൽ മാംസളമായ ഭാഗത്ത് അടി കിട്ടുന്ന സമയത്ത് ഒരു നീറ്റൽ, ഒരു പുളി, ഒരു മധുരം, ഒരു കയ്പ്പ്, ഒരു ചവർപ്പ് എല്ലാം കൂടിയ ഒരു അവസ്ഥയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അന്ന് പിന്നെ ഇഷ്ടം പോലെ അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പോയം പഠിക്കാത്തതിൻ്റെ പേരിൽ, ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ. സീതി മാഷ് മാത്സും ഇംഗ്ലീഷുമായിരുന്നു അന്ന്. മാത്സും ഇംഗ്ലീഷല്ല, മാത്സും മലയാളമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. മലയാളം മലയാള പദ്യം പഠിക്കാത്തതിൻ്റെ പേരിൽ ധാരാളം അടി അന്ന് ചെറിയ കുട്ടികളായിരുന്ന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ അത്
അതൊക്കെ അന്ന് ആലോചിക്കുന്ന സമയത്ത് അതൊക്കെ വലിയ വേദനയും വരുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് ആ അടിയൊക്കെ ഇനിയും കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഇവിടെ ഒന്നുകൂടി വന്ന് പഠിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഈ കുട്ടിക്കാലത്തേക്ക് ഒന്ന് മടങ്ങിപ്പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു ഫീലിംഗാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സീതി മാഷയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അറബിക്കിൻ്റെ മാഷുണ്ട് മുഹമ്മദ് മാഷ്, അവരും സീതി മാഷ പോലെ തന്നെ നന്നായി അടിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പേടിയായിരുന്നു. കുരുത്തക്കേട്, കച്ചറ കളിക്കാൻ പോയിരുന്നില്ല. പിന്നെ ഞാൻ പഠിക്കാത്തത് നോക്കണ്ട, മറ്റുള്ള കുട്ടികളൊക്കെ നന്നായി പഠിക്കും. അവർ ഹോംവർക്കൊക്കെ ചെയ്യും. അടി കിട്ടുന്ന കാരണം പേടിച്ചിട്ട് അവർ പദ്യമൊക്കെ പഠിക്കും. അന്നത്തെ പദ്യം കാണാതെ പഠിക്കാത്തതിൻ്റെ ഞാനന്ന് ആദ്യത്തെ 2 വരി പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് പോരല്ലോ. ആദ്യത്തെ 2 വരി പഠിച്ചതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചൊല്ലി തന്നത്. അമ്മക്കു നൽകുവാൻ ചെമ്പുള്ള ചേലകൾ അന്തന്തൻ കയ്യിലെ നൽകിച്ചെന്നാൽ. അതിങ്ങനെ പാടുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലിംഗാണ്. പുറത്ത് നല്ല മഴയായിരിക്കും. മഴക്കാലത്താണല്ലോ സാധാരണ സ്കൂൾ തുറക്കാറുള്ളത്. അപ്പോൾ അതിങ്ങനെ കാണുന്ന സമയം, അതിങ്ങനെ മഴയത്ത് പാടുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്, ഒരു പ്രത്യേക ഫീലാണ്. മഴ പെയ്യുന്ന സമയത്ത് ഈ പദ്യം, മലയാള പദ്യം ചൊല്ലുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അമ്മക്കു നൽകുവാൻ ചെമ്പുള്ള ചേലകൾ അന്തന്തൻ കയ്യിലെ നൽകിച്ചെന്നാൽ. നെൽച്ചേല 4 ഓർക്കുന്നില്ല. ഞാൻ പദ്യം അന്ന് പഠിക്കാത്ത കാരണത്താൽ ഇപ്പോൾ എനിക്ക് ചൊല്ലാൻ കിട്ടുന്നില്ല, പദ്യം ചൊല്ലാൻ കിട്ടുന്നില്ല. പിന്നെ മറ്റൊന്ന് ഞാൻ നേരത്തെ പാടിയത്, ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലീത തൂവള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും. ഇന്നും ഒരു സംഗതി ഓർക്കുകയാണ്. അന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കളർ പെൻസിൽ കുറച്ച്, അന്ന് ഈ പിന്നെ ഈ മെഴുക് കൊണ്ട് നിർമ്മിച്ച കളേഴ്സായിരുന്നു, 12 കളേഴ്സായിരുന്നു. അതൊരു പെട്ടി എൻ്റെ വീട്ടുകാർ എനിക്ക് വാങ്ങി തന്നു, എൻ്റെ ഉപ്പയോ അവർ വാങ്ങി തന്നു. അത് ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നു. വേറെ ആരെടുത്തും അങ്ങനെയുള്ള കളേഴ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ടീച്ചർ പേരെന്തായിരുന്നു, ഏതായാലും ഓർമ്മിക്കുന്നില്ല. ടീച്ചർ എൻ്റെ അന്ന് ദേശീയ പതാക ഞാൻ ഒരുപാട് സംഗതികൾ എനിക്ക് പറയാറുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, അന്നത്തെ ആ മധുരമായ ഓർമ്മകൾ ഒരുപാട് പറയാനുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ഓർമ്മയിൽ വന്നൊരു സംഗതിയാണ് ഞാൻ പറയുന്നത്. അന്ന് ഈ ക്ലാസ്സിൽ വെച്ച് അന്ന് 4ാം ക്ലാസ്സിൽ വെച്ച് ആരുടെ അടുത്തും ഈ കളറില്ല. ദേശീയ പതാക വരച്ചിട്ട് അതിന് കളറ് കൊടുക്കണം. അതിന് വെള്ള കളറല്ലാത്ത 2 കളറ് കൊടുക്കണം. വെള്ള കളർ പിന്നെ നോട്ട് പുസ്തകത്തിൻ്റെ വെള്ള പേപ്പറിൻ്റെ കളറാണല്ലോ. മറ്റ് 2 കളറ് കൊടുക്കണം, ചുവപ്പും മറ്റേ ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ ആ കളേഴ്സ്, എൻ്റെ കളേഴ്സ് കൊണ്ട് എല്ലാ കുട്ടികളുടെയും വരച്ച ദേശീയ പതാകക്ക് ടീച്ചർ, പിന്നെ എൻ്റെ പിന്നെ മെഴുക് കളർ കൊണ്ട് ടീച്ചർ എല്ലാവരും അതുകൊണ്ട് കളർ കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങി തന്ന ആ കളേഴ്സാണ് എല്ലാവരും എന്തിനുപയോഗിച്ചത്, എല്ലാവരുടെ നോട്ട് ബുക്കിലും ദേശീയ പതാക വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അത് എനിക്ക് മാത്രമല്ല, ടീച്ചർ ഒരു കാര്യം കൂടി ചെയ്തു. ടീച്ചർ, നിങ്ങളൊന്നും കളറൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും മജീദിന് പിന്നെ ഒരു 5 പൈസ കൊടുക്കണം. കാരണം ഒരുപാട് കളറ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് പോയില്ലേ, കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അവന് പുതിയ കളറ് വാങ്ങണമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു 5 പൈസ, എല്ലാവരും 5 പൈസ കൊണ്ടുവന്ന് മജീദിനെ ഏൽപ്പിക്കണം എന്നതൊക്കെ പറഞ്ഞതൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ടീച്ചർ, എന്താണ് ടീച്ചറുടെ പേര് മനസ്സിലേക്ക് എനിക്ക് അറിയാം, പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. ടീച്ചറുടെ വീട് ഇവിടെ തന്നെ ആയിരുന്നു, ഇവിടെ അടുത്തായിരുന്നു അന്ന് വീട്. ഗൗരി ടീച്ചർ
അല്ല. ഈ ദേശീയപതാകൻ്റെ കാര്യം പറഞ്ഞൊന്നും കളറ് വാങ്ങി ഒന്നും പിന്നെ കളർ കൊടുക്കാൻ പറഞ്ഞൊന്നും ഗൗരി ടീച്ചറല്ല. മലയാളത്തിൻ്റെ ടീച്ചറായിരുന്നു. പിന്നെ ഗൗരി ടീച്ചർ സയൻസ് ആയിരുന്നു അന്ന് പഠിപ്പിച്ചിരുന്നത്. പിന്നെ എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല പ്രിയപ്പെട്ടവർ. എനിക്കിവിടെ തന്നെ പഠിക്കാൻ തോന്നുകയാണ്. 1-ാം ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു. വീണ്ടും 1-ാം ക്ലാസ്സിൽ വന്ന് ആ പഴയ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയെങ്കിൽ ഇതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും. നിങ്ങളിപ്പോൾ ചെറൂർ ഹൈസ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും പിന്നീട് നിങ്ങൾ വലുതായതിനു ശേഷം, നിങ്ങൾ വലിയവരായതിനു ശേഷം ഓർക്കുമ്പോൾ നിങ്ങൾക്കും അനുഭവപ്പെടും നല്ല നൊസ്റ്റാൾജിയ, ഗ്രഹാതുരത്വമായ ഓർമ്മകൾ. അന്ന് നിങ്ങൾ എന്നെപ്പോലെ സ്കൂളിനെ കാണാൻ വേണ്ടി വരും. അങ്ങനെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ നൊസ്റ്റാൾജി അനുഭവിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി മീറ്റിംഗ് കൂടി ക്ലാസ്സിലിരുന്ന് അവരുടെ ടീച്ചേഴ്സിനെ വരുത്തി അങ്ങനെ പിന്നെ ആ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോഴും ചെറൂർ സ്കൂളിൽ. അപ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഇനി നമുക്ക് പിന്നെ ഒരു വീഡിയോ ഒരുപാട് നീണ്ടുപോയി, ക്ഷമിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോയിൽ യൂട്യൂബ് വരുമാനം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എനിക്ക് നല്ല ശമ്പളമുള്ള ജോലിയുണ്ട്. എൻ്റെ കുടുംബത്തിന് എനിക്കും ജീവിക്കാൻ. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട. യൂട്യൂബിൻ്റെ വരുമാനം എത്ര കിട്ടിയാലും അത് ഞാൻ എൻ്റെ ചെറൂർ ഹൈസ്കൂളിലെ മക്കളായ, എൻ്റെ സ്വന്തം മക്കളായ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് ചിലവഴിക്കുക. ഇത് ഞാൻ പരസ്യപ്പെടുത്തിയതാണ്. എൻ്റെ മക്കളാണ് ചെറൂർ സ്കൂളിലുള്ള മുഴുവൻ, അവർ എൻ്റെ മക്കളാണ്. ഞാൻ പഠിപ്പിച്ചവർ മാത്രമല്ല, എൻ്റെ പഠിപ്പിക്കാത്ത കുട്ടികളും അവരുടെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് തന്നെ അവരും എൻ്റെ മക്കളാണ്. ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നില്ലെങ്കിലും എല്ലാ ക്ലാസ്സുകളിലും ഞാൻ കയറാറുണ്ട്. ഒഴിവുള്ള ക്ലാസ്സുകളിലൊക്കെ കയറാറുണ്ട്. നിങ്ങൾക്ക് ഞാൻ ആ കുട്ടികൾക്ക് ഞാൻ ധാർമ്മികത അതുപോലെ നല്ല മോട്ടിവേഷനൊക്കെ ഞാൻ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഒരു വർഷം ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ 70 ക്ലാസ് റൂമുകളിലും ഞാൻ കയറി കുട്ടികൾക്ക് ഉപദേശം, മൊറാലിറ്റി, അതുപോലെ ധാർമ്മികത, അതുപോലെ മോട്ടിവേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ല, എൻ്റെ മക്കൾ ചെറൂരിൽ ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളുമാണ്. അവർക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെ യൂട്യൂബ് വരുമാനം. അവരെ ഞാൻ സഹായിക്കും. ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നവരെയും സഹായിക്കും. അതിനു വേണ്ടി മാത്രമാണ് എൻ്റെ യൂട്യൂബ് വരുമാനം ഞാൻ ഉപയോഗിക്കുക. ഇത് ഞാൻ പരസ്യപ്പെടുത്തിയതാണ്. ഫേസ്ബുക്കിലൂടെയും അതുപോലെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പരസ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആണ് പറയുന്നത്, ഈ ചാനൽ നിങ്ങളെല്ലാവരും, ഈ ചെള്ളപ്പറമ്പൻ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. നിങ്ങളെ വീട്ടിൽ ഉള്ള ഒരു ഫോണിൽ മാത്രമല്ല, നിങ്ങളെ അമ്മൻ്റെയും നിങ്ങളെ ഉപ്പയുടെയും നിങ്ങളെ ഉമ്മയുടെയും നിങ്ങളെ അച്ഛൻ്റെയും നിങ്ങളുടെ ചേട്ടത്തി, നിങ്ങളെ പെങ്ങൾ, ആങ്ങള, അതുപോലെ എല്ലാവരെ കൊണ്ടും അതുപോലെ കുടുംബക്കാർ എല്ലാവരെ കൊണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ ചാനൽ നിങ്ങളുടെ ഈ ചാനൽ വളർന്ന് നമുക്ക് കൂടുതലായി പെട്ടെന്ന് വരുമാനം കിട്ടാൻ തുടങ്ങുകയുള്ളൂ. ആ വരുമാനം തീർച്ചയായും ചെറൂർ ഹൈസ്കൂളിലെ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുക. അത് പറഞ്ഞാൽ എൻ്റെ വാക്കാണ്. 100% നിങ്ങൾക്കത് വിശ്വസിക്കാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പിന്നെ മറക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻ്റ് ഇടുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ എല്ലാ ഗ്രൂപ്പിലേക്കും നിങ്ങളെ കുടുംബക്കാരിലേക്കും
കുടുംബക്കാരുള്ള ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് വളരണം. നമ്മുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് വളർന്നിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ക്യാഷ് കൊണ്ടുവന്ന് തരാൻ എനിക്ക് സാധിക്കട്ടെ. അതിന് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യുക. നന്ദി, നമസ്കാരം.